സംസ്ഥാനം വീണ്ടും പരീക്ഷാ ചൂടിൽ. SSLC പരീക്ഷയുടെ ആദ്യ ദിനം വിദ്യാർത്ഥികളെ കുഴപ്പിക്കാതെ ഭാഷാ വിഷയം. 2960 പരീക്ഷാ സെന്ററുകളിലായി 4,20,000-ഓളം കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. കടുത്ത ചൂട് പരിഗണിച്ച് കുട്ടികൾക്ക് ക്ലാസ് മുറിയിൽ വെള്ളം ഉറപ്പാക്കിയിട്ടുണ്ട്. 9:20 ആദ്യ ബെൽ മുഴങ്ങി. വിദ്യാർത്ഥികൾ ഓരോരുത്തരും അവരവരുടെ നമ്പറുകൾ നോക്കി ഇരിപ്പിടത്തിലേക്ക്. പിന്നെ ചോദ്യപേപ്പറുകളുടെ ചെറുകെട്ടുകൾ തുറന്ന ടീച്ചർ 9:30 ചോദ്യപേപ്പറുകൾ നൽകി. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം. കോവിഡിന് ശേഷം പൂർണ്ണ അക്കാഡമിക് വർഷത്തിന് ശേഷമുള്ള SSLC പരീക്ഷയ്ക്കാണ് സംസ്ഥാനത്ത് തുടക്കമായത്. 4,19,362 റെഗുലർ വിദ്യാർത്ഥികളും 192 പ്രൈവറ്റ് വിദ്യാർത്ഥികളുമാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. ആദ്യ ദിവസമായ ഇന്ന് ഒന്നാം ഭാഷ പാർട്ട് 1 പരീക്ഷയാണ് നടന്നത്. ചൂടുകൂടുന്ന കാലാവസ്ഥയായതിനാൽ 9:30 മുതലാണ് ഇത്തവണത്തെ പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും കുടിവെള്ളം നൽകുവാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ക്രമക്കേടുകൾ കണ്ടെത്തുവാൻ പ്രത്യേക സ്ക്വാഡുകൾ പരിശോധന നടത്തുന്നുമുണ്ട്. മാർച്ച് 29-നാണ് പരീക്ഷകൾ അവസാനിക്കുക. ഏപ്രിൽ 3 മുതൽ മൂല്യനിർണ്ണയം തുടങ്ങും. 18,000-ഓളം അധ്യാപകരാണ് മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. മെയ് 2ാമത്തെ ആഴ്ചയോടെ ഫലം പ്രസിദ്ധീകരിക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.